ഒരു യൂട്യൂബ് ചാനൽ ഓണറാണ്, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം നല്ല ക്ലാരിറ്റിയുള്ള ഫോണായിരിക്കണം. കാരണം നിങ്ങൾ ആ കണ്ടന്റ് കാണുമ്പോൾ ആൾക്കാർ അവിടെ നിൽക്കണം. അതിന് നിങ്ങളുടെ വീഡിയോൻ്റെ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ കണ്ടന്റും അളിഞ്ഞ കണ്ടന്റ് ആവരുത്. അതായത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും എന്താണെങ്കിലും, അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് കാണുമ്പോൾ അവിടെ നമ്മൾ നിന്ന് പോകും. എല്ലാ കണ്ടന്റല്ല, ചില കണ്ടന്റ് നമ്മൾ റിപ്പീറ്റഡായി ചില വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ റിപ്പീറ്റഡായി വാച്ച് ചെയ്യുന്നു എന്നൊരു ചോദ്യം നിങ്ങളെ മനസ്സിൽ നിന്ന് റിയൽ ആയിട്ടുണ്ടാകുമ്പോൾ അതിനുള്ള ഉത്തരവും നിന്നൊരു കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. 1000-1500 വ്യൂസ് മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ചാനലിൽ ഫസ്റ്റ് 3.9 മില്യൺ വ്യൂസ് ഉണ്ടാക്കി തന്ന മുതലാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ സ്വന്തം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എൻ്റെ മാത്രം എന്ന് ഞാൻ അവകാശപ്പെടുന്ന എൻ്റെ സ്വന്തം വീഡിയോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. എന്നിട്ട് എങ്ങനെ ഞാൻ ഈ കണ്ടന്റ് ഉണ്ടാക്കി, എങ്ങനെ ഈ കണ്ടന്റ് ഇത്രമാത്രം റീച്ച് ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ഒരു ചോദ്യം, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാ? ഞാൻ ഇതിൻ്റെ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ? ചേട്ടൻ തലയാട്ടേട്ടാ. ഞാൻ ഇതിൻ്റെ ഉത്തരം ശരി പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യില്ല. ഞാൻ ഇത് തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ ക്യാപ്ഷൻ ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളത് പോസ്റ്റ് ചെയ്യും. ചേട്ടൻ ഒരു ദീപക്കിനെ അറിയോ? ഇപ്പൊ ആത്മഹത്യ ചെയ്തേ? അറിയാലോ. ഇതും ഒരു തരത്തിലുള്ള അപമാനമാണ്. അപമാനമല്ല, അപമാനം ചേട്ടാ. കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്ത് എല്ലാത്തിനും ഉത്തരം അറിഞ്ഞിരിക്കണമെന്നൊന്നും ഇല്ല. അപ്പം ഞാൻ അഥവാ ഇതിൻ്റെ ഉത്തരം തെറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് മില്യൺസ് വ്യൂസ് കിട്ടും. അതുവഴി എനിക്കെന്താ കിട്ടുന്നത്? ഈ കാണുന്ന നാട്ടുകാരും വീട്ടുകാരും മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെടുമല്ലേ? ചേട്ടൻ ഈ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഇനി മേലെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, എന്തായിരുന്നു ചോദ്യം? തലസ്ഥാനം എവിടെയെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഉത്തരം പറയാൻ സൗകര്യമില്ല കേട്ടല്ലോ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ സ്വന്തം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എൻ്റെ വീഡിയോ. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട്, ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇത് ഒറിജിനൽ നടന്നാന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ക്യാമറമാനെ വന്ന് വിളിക്കാത്ത തെറികളൊന്നുമില്ല. ഏകദേശം 1500ഓളം കമൻറ്റ് വന്നിട്ടുണ്ട്. 1500 കമൻറ്റും ഇതിൽ ഒരു 1450 കമൻറ്റും ക്യാമറമാനുള്ള തെറിവിളിയാണ്. ക്യാമറമാൻ എൻ്റെ പാവം പിടിച്ച കെട്ടിയവനാണ്. പിന്നെ ബാക്കി വന്ന 50 കമൻറ്റും എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത്, ഇതിൻ്റെ തിരക്കഥ സംവിധാനം ഫുള്ള് ഞാനാണ്. അപ്പം ഞാൻ തന്നെ തിരക്കഥ സംവിധാനം ചെയ്ത ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എനിക്കറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. എന്താണെങ്കിലും എൻ്റെ വീഡിയോ 3.9 മില്യൺ പ്ലസ് കൗണ്ടിങ് ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ആ വീഡിയോ എന്താണെങ്കിലും 4 മില്യൺ അടിച്ചിട്ടുണ്ടാവും. ഇനി ഈ വീഡിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതല്ലേ, ഞാൻ ഒരു വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു വീഡിയോയിൽ നിന്നല്ല, ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച ആൻസറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിലോട്ട് എന്നെ എത്തിച്ചൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടാലോ. കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഒരു പിടുത്തമല്ലേ, പിടിയിട്ടില്ലേ? എവിടെ സ്വന്തം സ്ഥലം? എവിടെയാ? കാര്യവട്ടമാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. കണ്ടില്ലേ, സ്വന്തം മുഖം കാണിക്കാൻ പറ്റാതെ, സ്വന്തം മുഖം കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്തവന്മാര് ക്യാമറയും തൂക്കിപ്പിടിച്ച് മറ്റൊരുത്തിൻ്റെ മുഖം കാണിച്ച് അവനെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് എപ്പോഴും അമർഷവും ദേഷ്യവും തോന്നലുണ്ട് കേട്ടോ. ഇപ്പം ഈ വീഡിയോ തന്നെ, നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ തന്നെ, അയാൾക്ക് ഒരുപക്ഷെ അയാളുടെ ജീവിത സാഹചര്യമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണമെന്നുണ്ടോ? എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന കമൻ്റാണ്, ഇതാണ് സമ്പൂർണ്ണ സാക്ഷരത. എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓരോരുത്തർക്കും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കിട്ടുന്ന വിദ്യാഭ്യാസത്തിലും വ്യത്യാസം വരും. എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ആവണമെന്നൊന്നുമില്ല. അതിനനുസരിച്ച് എല്ലാവർക്കും ഒരേ ബുദ്ധി ആവണമെന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യവും, എന്തുകൊണ്ട് നിന്റെ മുഖം കാണിച്ച് നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ? എന്തിന് ഇങ്ങനെയുള്ള പാവങ്ങളെ വിറ്റ് നീ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും ഇവന്മാരോട് മുഖത്തോക്കി ചോദിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് വിവരമുള്ള ജനങ്ങൾ ഏറ്റെടുത്തു. ഏകദേശം 3.9 മില്യൺ പ്ലസ് കൗണ്ടിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നും അല്ലാതിരുന്ന എൻ്റെ ചാനൽ 250ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. 250 വീഡിയോസിൽ മാക്സിമം കിട്ടിയിരുന്ന വ്യൂസ് 1500, 2000 വ്യൂസ്. അങ്ങനെ 2 വീഡിയോ ആണ് ഈ 2 വീക്കിനുള്ളിൽ എനിക്ക് 2 മില്യൺ 4 മില്യൺ ഒക്കെ ആയി കിട്ടിയത്. അതിന് ശേഷം ഇട്ടിട്ടുള്ള എല്ലാ കണ്ടന്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ ചെയ്തത്, ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം എനിക്കിത് പറ്റുമെങ്കിൽ, ഒന്നും അല്ലാതിരുന്ന എനിക്കിത് പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി എന്നെക്കാളും നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതും നന്നായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും.
നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ 100 വീഡിയോസ് കാണാം. അതായത് യൂട്യൂബ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും, അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യൂ. അതിലൊന്നും കാര്യമില്ല. നിങ്ങൾ അതിലൊന്നും അധികം ഇതാവാൻ നിൽക്കണ്ട. ഇവർ പറഞ്ഞ അങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് 6 മണിക്കായിരുന്നു ഡെയിലി ഇടാക്കുക. അതിൽ കുറേ സത്യമാണേ. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏത് സമയത്താണ് നമ്മളെ വീഡിയോസ് കൂടുതൽ വാച്ച് കയറുന്നതെന്ന് കാണിക്കും. എൻ്റെ അപ്പോൾ 6 PM ആയിരുന്നു കാണിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ എപ്പോഴും 6 PM തന്നെ വീഡിയോ ഇടുമായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് 6 PM ആവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഒരു 200-250 വ്യൂസ് മാക്സിമം കൂടി കിട്ടും, അല്ലാണ്ട് വേറെ പ്രത്യേകതകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ചേഞ്ചിന് എന്തുകൊണ്ട് സമയം ചേഞ്ച് ചെയ്ത് നോക്കിക്കൂടാ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കി. അങ്ങനെ ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം എനിക്ക് ഈവനിങ്ങിനേക്കാൾ കൂടുതൽ വ്യൂസ് അപ്പോഴാണ് കിട്ടുന്നത്. ഞാൻ അങ്ങനെ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉച്ചയ്ക്കാണ് വീഡിയോ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അത് മാത്രം വിശ്വസിച്ചിരിക്കരുത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, കണ്ടന്റിൻ്റെ ക്വാളിറ്റി. അതായത് എന്നോട് എല്ലാവരും പറഞ്ഞു എൻ്റെ കണ്ടന്റ് ശ്രദ്ധിക്കപ്പെടാത്തത് എൻ്റെ ഫോണിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന്. ഞാൻ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫോൺ തന്നെ വാങ്ങിച്ചു. iPhone 16 Proയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കണ്ടന്റിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടും വീഡിയോ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു കണ്ടന്റിൻ്റെ പ്രശ്നമാണെന്ന്. സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ടുവന്ന കണ്ടന്റാണ്. അതും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഓരോ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടുവന്ന് ഞാനത് പ്രസൻറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിട്ടുണ്ടാവില്ല. അതിന് കാരണം എനിക്ക് ക്യാമറ എടുത്തു തരാനുള്ള ഒരാൾക്കാരുടെ അഭാവവും, ഞാനല്ലാണ്ട് ഓരോ ക്യാമറ ഒക്കെ ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് എടുക്കാറ്, അതിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ എഡിറ്റിങ്ങിലുള്ള എൻ്റെ പരിചയക്കുറവ്. ഈ രണ്ടുമാണ് മെയിനായിട്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയത്. അപ്പം ഈ 2 പ്രശ്നങ്ങളും ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. ഇതാണ് എൻ്റെ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഇക്രൂസ് വ്ലോഗിൽ അവർ ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോക്ക് 8.3 മില്യൺ വ്യൂസ് കിട്ടി. അപ്പം ഞാൻ ആ വീഡിയോ റിപ്പീറ്റഡായി ഞാനിങ്ങനെ ഇരുന്ന് കാണുക. അപ്പം ഞാൻ വിചാരിച്ചു, അല്ല ഞാൻ എന്താ ഈ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണുന്നത്? ചെറിയൊരു വീഡിയോ ആണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറേ ആൾക്കാരുടെ ആവശ്യമില്ല, മാൻ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല, എഡിറ്റിങ്ങിൻ്റെ ഒന്നും വലിയ പ്രശ്നമല്ല, വളരെ സിമ്പിളായി ചെയ്ത വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലൊരു വീഡിയോ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ള തോന്നലിൽ നിന്നാണ് ആ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ രീതിയിൽ ഞാൻ ആ കണ്ടന്റിനെ പരിവർത്തനം ചെയ്തിട്ട് എൻ്റെ രീതിയിലാണ് ഞാൻ ആ കണ്ടന്റ് ചെയ്തത് കേട്ടോ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 2.3 മില്യൺ വ്യൂസാണ് എനിക്ക് ആ കണ്ടന്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്കിപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളത് മറ്റുള്ളവരെ വീഡിയോ കണ്ടിട്ട് അതായത് 6 മണിക്ക് അപ്ലോഡ് ചെയ്യൂ അല്ലാണ്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുക, അതിലൊന്നും അല്ല കാര്യം. മെയിനായിട്ട് വേണ്ടത് നല്ല ക്വാളിറ്റിയിലൊരു ഫോൺ മേടിക്കുക. അതുപോലെ തന്നെ ഒരു കണ്ടന്റ് നിങ്ങളിപ്പം ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടന്റ് കാണുമ്പം നിങ്ങൾ ആ കണ്ടന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക എന്തുകൊണ്ട് ഞാനിവിടെ നിന്ന് പോകുന്നു, എന്താണ് ആ കണ്ടന്റിൻ്റെ എന്താണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്ന് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയ ഐഡിയയിലാണ് ഞാൻ ഈ 2 വീഡിയോ ചെയ്തതും ആ 2 വീഡിയോയിൽ എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ടായതും. അതിനുശേഷം അത് റിലേറ്റഡ് കുറച്ച് വീഡിയോസും കൂടെ ചെയ്തു. കുഴപ്പമില്ലാണ്ട് 147K ഇപ്പോൾ ലാസ്റ്റ് 74K അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ വ്യൂസാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 1.5 2Kയിലൊക്കെ കിടന്ന ആളാണ് ഞാൻ. അവിടെ നിന്നാണ് ഈ വീഡിയോ എനിക്ക് ഇത്രയും വ്യൂസ് എനിക്ക് കിട്ടിയത്. അപ്പം എന്നെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ എഡിറ്റിംഗ് അറിയുന്ന, ക്യാമറ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇതിലപ്പുറം വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് വേറൊരു സങ്കടം പറയാനുണ്ട്. എൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്ന് ഈ 4 മില്യൺ കിട്ടിയ വീഡിയോൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് വീഡിയോ ആണേ, ഇന്നതാണ് ഇത്, ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ജനങ്ങൾക്കാർക്കും എൻ്റെ അഭിനയം കണ്ടിട്ട് അത് അഭിനയമാണെന്ന് മനസ്സിലായില്ല എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് എൻ്റെ കൈകാര്യം ചെയ്ത് എൻ്റെ കെട്ടുവനെ വിളിക്കാത്ത തെറിയില്ല. ദൈവത്തെ ഓർത്ത് എൻ്റെ കെട്ടുവനെ തെറി വിളിക്കുന്നത് ഇനി നിർത്തണം. അത് പാവം പിടിച്ച് എൻ്റെ കെട്ടുവനാണ്. ആ വീഡിയോ ഞാൻ സ്വന്തം ചെയ്ത എൻ്റെ സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഇനിയും കാണണം. ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം ഞാൻ ഈ സംഭവം ഉപേക്ഷിച്ച് പോയിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലാസ്റ്റ് എന്താണെങ്കിലും ഇന്ന് വെറുതെ ഇരിക്കാമല്ലോ, ഒരു വീഡിയോ എടുക്കാം. ഇനി ഓൾമോസ്റ്റ് 256 സംതിങ് വീഡിയോ ആയി, ഒരു 260 ഒക്കെ ആകുമ്പോഴത്തേക്കും നിർത്താം എന്നുള്ള രീതിയിൽ
ഞാൻ അടുത്ത ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ് ഫസ്റ്റ് 2.3 മില്യൺ അടിച്ചത്. അങ്ങനെ എൻ്റെ പ്രതീക്ഷകൾ മാറ്റിമറിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെയും വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. വേറെ വീഡിയോസ് കണ്ട് നിങ്ങൾ ഇത് ഒന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഏത് സമയത്താണ് നിങ്ങളെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെന്ന്. മാക്സിമം ആദ്യം ആ സമയത്ത് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം സമയം മാറ്റി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ സമയം മാറ്റിയിടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കണ്ടന്റ് ഇട്ട് പോകാൻ നോക്കുക. ഞാനിപ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നും നോക്കാറില്ല. ഏത് സമയത്താണ് എൻ്റെ കണ്ടന്റ് വാച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഉച്ചയ്ക്കിടുമ്പോഴാണ് എൻ്റെ കണ്ടന്റ് കൂടുതൽ കാണുന്നത്, കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് ഇടുന്നത്. ആദ്യം വൈകിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ സ്വന്തമാണ് സമയം ചേഞ്ച് ചെയ്തത്. അപ്പം നിങ്ങൾ തന്നെ ഒരു പരീക്ഷണം, എന്താണെങ്കിലും നമ്മൾ മൊത്തത്തിലൊരു പരീക്ഷണമാണല്ലോ, അതൊരു പരീക്ഷണമായി തുടങ്ങാം. പിന്നെയുള്ള കാര്യമാണ് തംബ്നെയിൽ. അവിടെ ഞാൻ വളരെ വീക്കാണ് കേട്ടോ. തംബ്നെയിൽ എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതിന് നമ്മളെ ChatGPT ഉണ്ടല്ലോ, എന്ത് കാര്യം ChatGPT ഉണ്ടോ ചോദിച്ചാൽ ChatGPT ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.